తారే శ్రీకాంతకాంతముఖపంగజచక్రపాణే ఆగంసిత ప్రదకథా శరణాగతానాం శ్రీవాతమం. എൻ്റെ പേര് കലാഭാരതി ഹരികുമാർ എന്നാണ്. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നതായ സമയം മുതൽ കഥകളി അഭ്യസിക്കുകയുണ്ടായി. ആദ്യമായി മാങ്കുളം വിഷ്ണു നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്താണ് തുടങ്ങിയത്. അതിനുശേഷം തലവടി ഗോപിനാഥ് എന്ന് പറയുന്ന ആശാൻ തിരുവല്ലയിൽ തന്നെ സ്കൂൾ പഠനവും കഥകളിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയുണ്ടായി. പ്രീ ഡിഗ്രിക്ക് ശേഷം കഥകളി ഗുരുചെങ്ങന്നൂർ കഥകളി അക്കാദമി പകൽക്കുറി എന്ന് പറയുന്ന സ്ഥലത്ത് മടവൂർ വാസുദേവൻ നായരാശാൻ്റെ കീഴിൽ തെക്കൻ സമ്പ്രദായത്തിലെ കഥകളി 6 വർഷം അവിടെ പഠിക്കുകയുണ്ടായി. അതിനുശേഷം പ്രശസ്ത കഥകളി ആശാനായിട്ടുള്ള കലാമണ്ഡലം വാസുപിഷാരടി അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വടക്കൻ സമ്പ്രദായവും അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഥകളിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഒരു കഥകളി യോഗത്തിൻ്റെ ചുമതല കൂടി ഉണ്ട്. ക്ഷേത്ര കലയായ കഥകളി കൊട്ടാരക്കര തമ്പുരാനാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ആദ്യമായി രാമനാട്ടമായിരുന്നു. അതിനുശേഷം അത് കഥകളി രൂപത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് കഥകളി എന്ന കല ആവിർഭവിച്ചു. മനയോല എന്ന് പറയുന്ന സാധനമാണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള മനയോല അത് പൊടിച്ച് അരച്ച് കഴിയുമ്പോൾ മഞ്ഞ കളർ വരികയും അതിൽ നീലം കട്ട നീലം ചേർക്കുമ്പോൾ നീലമനയോല, അതായത് പച്ച കളർ വരുന്ന പച്ചവേഷത്തിന് തേക്കുന്നതായ നീലമനയോല എന്നാണ് അതിന് കഥകളിയിൽ പറയുന്നത്. നെറ്റിയിൽ നാമം എഴുതുന്നതിന് വെള്ളമനയോല എന്നാണ് പറയുന്നത്. അത് മഞ്ഞ കളറാണ് എങ്കിൽ പോലും കഥകളിയിൽ പറയപ്പെടുന്നത് വെള്ളമനയോല എന്നാണ്. മഷി എന്ന് പറയുന്നത് കറുപ്പ്, അതായത് കണ്ണും പിരിയും എഴുതുന്ന മഷി കൊണ്ടാണ് അത് റെഡിയാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ തിരി കത്തിച്ച് വെച്ച് അതിൻ്റെ മുകളിൽ ഓട് കമത്തി വെച്ച് അതിലേക്ക് വരുന്ന ആ വെളിച്ചെണ്ണയുടെ കരി എടുത്താണ് കരി ഉപയോഗിക്കുന്നത്. ഇതാണ് കഥകളിയുടെ നിറക്കൂട്ടെന്ന് പറയുന്നത്. കഥകളിയിലെ ചുട്ടി എന്ന് പറയുന്നത് കെട്ടുന്ന ആളുടെ മുഖത്ത് ചുട്ടി കുത്തുന്ന ആൾ പ്രത്യേകമാണ്. കഥകളി വേഷക്കാരൻ മുഖത്ത് നാമം മനയോല കൊണ്ട് തേക്കുകയും വളയം വെക്കുകയും അതിനുശേഷം കണ്ണും പിരിയും ഒക്കെ എഴുതിയതിന് ശേഷം ചുട്ടി കുത്തുന്ന ആളിൻ്റെ മുമ്പിലായിട്ട് മലർന്ന് കിടക്കണം. അതിനുശേഷം അരിമാവ് നല്ല, അതായത് വെണ്ണയുടെ പാകത്തിന്, വെണ്ണ എങ്ങനെ ഇരിക്കുമോ അതേ പാകത്തിന് അരച്ചെടുക്കുകയാണ്. ഇത് അരച്ച് നല്ലവണ്ണം അരച്ച്, മിക്സിയിലൊന്നും അരയ്ക്കാൻ പറ്റത്തില്ല. ഇത് നല്ലവണ്ണം വെണ്ണയുടെ അതേ അത്ര മാർദ്ദവമായിരിക്കണം എന്നുള്ളതാണ്. അതേ രീതിയിൽ അരച്ച് അതിനകത്ത് ചുണ്ണാമ്പ് കൂടെ മിക്സ് ചെയ്ത് പാകത്തിന് ചുണ്ണാമ്പ് ചേർക്കണം. അധികമായാൽ പൊള്ളും. അത് പശ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചുണ്ണാമ്പും അതും കൂടെ ചെയ്ത് മിക്സ് ചെയ്തൊരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ അതിന് സ്പിരിറ്റ് ഗമ്മ് തൂക്കാറുണ്ട്. അത് ഒരു ഉറപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. ചെയ്തു കഴിഞ്ഞാൽ ചുട്ടി കുത്തുക എന്നുള്ള ചടങ്ങ് ആരംഭിക്കും. ആദ്യം നൂല് വലിക്കുക എന്നാണ് ആദ്യം പറയുന്നത്. ആ വളയത്തിനോട് ചേർന്ന് ഒരു ലെയർ നൂല് വലിക്കുക എന്ന് പറയും. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് അരിമാവ് വെച്ചതിന് ശേഷം, മുമ്പ് അരിമാവ് കൊണ്ട് തന്നെ 3 ലെയറായിട്ട് ഉണ്ടാക്കുന്ന രീതിയായിരുന്നു. അതിന് കാലതാമസം എടുക്കും. ഒരു ഏകദേശം 2.5-3 മണിക്കൂർ മേളിൽ വേണ്ടി വരുമായിരുന്നു. അതിനുശേഷം പിന്നീട് അത് കടലാസ് ചുട്ടി കണ്ടുപിടിക്കുകയും ചുട്ടി കടലാസ്, അതായത് ഡ്രോയിങ് പേപ്പർ വെട്ടി, അതായത് ആ പ്രത്യേക ആകൃതിയിൽ വെട്ടി മുഖത്ത് വെക്കുന്ന രീതിയാണ് ഇന്ന് നടന്നു വരുന്നത്. ഏകദേശം പച്ചവേഷത്തിന് 1 മണിക്കൂർ 1.25 മണിക്കൂറോളം എടുക്കും പച്ചവേഷം കുത്തുന്നതിന്. കത്തിവേഷത്തിന് 2 മണിക്കൂറോളം വേണ്ടി വരും. 1.5 മണിക്കൂർ 2 മണിക്കൂർ വേണ്ടി വരും. അതാണ് ചുട്ടിയുടെ. കഥകളിയിലെ വേഷവിധാനങ്ങൾ എന്ന് പറയുന്നത് തണ്ടപ്പതപ്പ് മുതൽ ഓരോ സാധനങ്ങളും ഇതെല്ലാം കെട്ടുകളായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് നമ്മൾ പൈജാമ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം തണ്ടപ്പതപ്പ് കെട്ടും. തണ്ടപ്പതപ്പ് എന്ന് പറയുന്നത് കാലിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് കെട്ടുന്നതാണ്. അതിനും തൊട്ട് മുകളിലായി കച്ചമണി കെട്ടും. കച്ചമണി എന്ന് പറയുന്നത് നാദം കേൾക്കുന്നത്. സ്ത്രീവേഷത്തിന് അതിനെ ചിലങ്ക എന്ന് അറിയപ്പെടും. കച്ചമണി കെട്ടിക്കഴിഞ്ഞാൽ ചന്തിമത്തെ എന്ന് പറയുന്ന സാധനമാണ്. അത് നമ്മുടെ അരയുടെ ഭാഗത്തായിട്ട് 2 വശത്തായിട്ട് വെച്ച് കെട്ടുന്നതാണ്. ചന്തിമത്തെ കെട്ടിക്കഴിഞ്ഞാൽ കച്ച എന്ന് പറയുന്ന സാധനത്തിനാണ് അത് കെട്ടിയാണ് അതിലോട്ടാണ് ഈ മുൻകാലത്ത് ചാക്കും പുടകയൊക്കെ കഞ്ഞി മുക്കി
വെച്ച് ഉടുത്ത് കിട്ടായിരുന്നു. ഇപ്പോൾ അത് പ്ലാസ്റ്റിക് ചാക്ക് ഞൊറിഞ്ഞ് വെച്ച് റൗണ്ട് പോലാക്കി അതിൻ്റെ മേളിൽ ഞൊറി എന്ന് പറയുന്നതാണ്. അത് വേഷവിധത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും. പച്ചവേഷങ്ങളായിട്ടുള്ള വേഷങ്ങൾക്ക് വെള്ള ഞൊറിയാണ് ഉപയോഗിക്കുന്നത്, പച്ചയും കത്തിയും വേഷങ്ങൾക്ക്. കൃഷ്ണവേഷത്തിന് മഞ്ഞ ഞൊറിയാണ്, മഞ്ഞ കളറാണ് അതിൻ്റെ ഞൊറി. കരിവേഷങ്ങളുടേതിന് കറുപ്പ് ഞൊറി ഉപയോഗിക്കും. ഞൊറി ഇട്ട് കഴിഞ്ഞാൽ ഞൊറിയുടെ രണ്ട് വശത്തായിട്ട് പട്ടുവാല്, അത് മഞ്ഞ കളറുള്ള കൃഷ്ണവേഷങ്ങൾക്ക് പച്ച കളറോ ഇല്ലേ നീല കളറോ ആയിരിക്കും പട്ടുവാല്. ബാക്കി വേഷങ്ങളുടെ അതായത് വെള്ള ഞൊറിക്കൊക്കെ രണ്ട് സൈഡിലിടുന്നത് ചുമല പട്ടുവാലാണ്. പിന്നെ അതിനുശേഷം മുന്തി അല്ലെങ്കിൽ ഒറ്റനാക്ക് എന്ന് പറയുന്നതാണ് മുന്തി. അതിനുശേഷം പടിയരിഞ്ഞാണം കിട്ടും. പടിയരിഞ്ഞാണത്തിന് ശേഷം കുപ്പായം ഇട്ടിട്ട് അതിനുശേഷം കുപ്പായത്തിനും കളർ വ്യത്യാസമുണ്ട്. പച്ചവേഷങ്ങളുടെ ചുമല കളറും പച്ചാകത്തി വേഷങ്ങൾക്ക് ചുമല കളറും കൃഷ്ണവേഷങ്ങൾക്ക് നീല കളറും. അതാണ് കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ വള സാധാരണ വള ഇടുന്ന ആ ഭാഗത്ത് തന്നെ വള ഇടുക. വള അത് കഴിഞ്ഞ് അതിന് മുമ്പിലായിട്ട് തന്നെ ഹസ്തഘടകം കെട്ടും. പിന്നീട് തോൾ ഭാഗത്തായിട്ട് തോൾപൂട്ട്, അതിന് താഴെ പരുത്തിക്കാമണി. ഇത് ഇത്രയും കെട്ടിക്കഴിഞ്ഞാൽ കൊല്ലാരം അല്ലെങ്കിൽ കൊരലാരം എന്ന് പറയുന്ന അതാണ് നെഞ്ച് ഭാഗത്തായിട്ട് കിട്ടുന്നത്. അതിന് മേളിൽ കഴുത്താരത്തിൻ്റെ മുകളിലായിട്ട് കഴുത്ത് പറ്റി ഇരിക്കത്തക്ക രീതിയിൽ കിട്ടുന്നതാണ് കഴുത്ത് നാട. ഇത് ഇത്രയും കെട്ടി കഴിയുമ്പോൾ ഏകദേശം ദേഹത്തിലെ പ്രധാന ഇതായി. അതിനുശേഷം വെച്ചു മുറുക്കുക എന്നാണ് അടുത്ത ചടങ്ങ്. അതായത് മനയോല തേക്കുക, മനയോല തേച്ചതിന് ശേഷം ചുട്ടി കുത്തിക്കഴിഞ്ഞാൽ വേഷം പൂർണ്ണമായി തീർന്നു കഴിഞ്ഞാൽ ഉടുത്ത് കെട്ടുക എന്ന് ഓരോന്നിനും ഓരോ പേരുണ്ട്. ഉടുത്ത് കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ വെച്ചു മുറുക്കുക എന്നാണ് പറയുന്നത്. അത് കിരീടം വെച്ച് മുറുക്കുക എന്നാണ് പറയുന്നത്. ആദ്യം കറുപ്പ് തലയെക്കെട്ടുവാല്, കറുത്ത തുണി തലയെക്കെട്ടുവാല് കെട്ടി തോട എന്ന് പറയുന്ന സാധനമാണ്. ചെവിയുടെ ഭാഗത്തായിട്ട് തോട വെക്കും. തലയെ കിരീടം വെച്ച് കഴിഞ്ഞാൽ കിരീടത്തിൻ്റെ നേരെ ചുട്ടിത്തുണി എന്ന് പറയുന്നൊരു തുണി വെച്ചുള്ളൊരു അടയാളം വെച്ചൊരു സാധനം നെറ്റിയിൽ അവിടെ കെട്ടുകയും അതിന് മേളിൽ ചെവിപ്പൂവ് കെട്ടിക്കഴിഞ്ഞാൽ ചാമരം ഉദ്ദേശിക്കുന്നത് തലമുടിയുടെ ഇതായിട്ട് ചാമരം എന്നാണ് അതിനെ പറയപ്പെടുന്നത്. കിരീടത്തിൻ്റെ പുറകിലായിട്ട് വെച്ച് കെട്ടും. അത് കറുത്ത കളറിലുള്ളത് ഉണ്ട്. കറുത്ത കളറിലുള്ളത് കൂടാതെ ചുമല കളർ, താടി വേഷങ്ങൾക്ക് ചുമല കളറാണ് ഉപയോഗിക്കുന്നത് ചാമരം. പിന്നെ വെള്ള ചാമരമുണ്ട്. അത് നാരദ മഹർഷി അങ്ങനെയുള്ള മഹർഷിമാർക്കൊക്കെ ആയിട്ടാണ്. ഹനുമാൻ സ്വാമിയുടെയും വെള്ള ചാമരമാണ്. അങ്ങനെ ചാമരം. ഇത് ഇത്രയുമാണ് കഥകളിയുടെ വേഷ സംവിധാനം. കഥകളിയിലെ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് പിന്നണിയിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കഥകളി എന്ന് പറയുന്നത് ആംഗിക അഭിനയമാണ്. അതായത് പാട്ട് പാടുന്ന ആളുകൾ പൊന്നാനി 2 പാട്ടുകാരുണ്ടാവും. പൊന്നാനി പ്രധാന പാട്ടുകാരൻ പൊന്നാനി, ശങ്കിടി 2 പേരാണ്. അത് ഈ പാട്ടുകാർ പാടുന്നതാണ് വേഷക്കാരെ മുദ്ര രൂപത്തിൽ അഭിനയിച്ച് കാണിക്കുന്നതാണ്. ആംഗികം വാചികം എന്ന് പറയും. കഥകളിയിൽ വാചിക അഭിനയമില്ല, ആംഗിക അഭിനയമാണ്. അതാണ് കഥകളിയിലുള്ളത്. അതിനെ പൊന്നാനി ശങ്കിടി 2 പാട്ടുകാരുള്ളതിൽ ഒരാൾ പ്രധാന പാട്ടുകാരൻ ചേങ്കില ഉപയോഗിക്കുകയും രണ്ടാമത്തെ ആൾ ഇലത്താളമാണ് ഉപയോഗിക്കുന്നത്. ചേങ്കില, ഇലത്താളം ഈ 2 വാദ്യോപകരണം. അതിൽ കൂടാതെ മദ്ദളം, സ്ത്രീവേഷ പ്രാധാന്യമായിട്ട് സ്ത്രീവേഷങ്ങൾക്ക് സ്വതേ ചെണ്ട പതിവില്ല, മദ്ദളമാണ് ഉപയോഗിക്കാറ്. പുരുഷവേഷങ്ങൾക്ക് ചെണ്ടയും മദ്ദളവും ഉണ്ടാവും. കഥകളിക്കൊരു പ്രത്യേകതയാണ്, തന്നേക്കാൾ മൂത്തവരായിട്ടുള്ള എല്ലാവരോടും അരങ്ങത്ത് പോയി വരട്ടെ എന്ന് പറഞ്ഞ് തൊഴുതിന് ശേഷം മാത്രമേ അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് പോകാറുള്ളൂ. കഥകളി ചുട്ടി കുത്തുന്ന ആൾ മുതൽ തൊട്ടടുത്തിരിക്കുന്ന എല്ലാവരോടും അനുവാദം വാങ്ങി അരങ്ങത്ത് പോയി വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും തൊഴുതിന് ശേഷം മാത്രമേ ഒരു വേഷക്കാരനും, എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാട്ടുകാരുൾപ്പെടെ അരങ്ങത്തേക്ക് കയറുമ്പോൾ ആദ്യം അണിയറ വിളക്കിലും അണിയറയിലുള്ള കലാകാരന്മാരെയും തൊഴുത് അനുവാദം വാങ്ങി അരങ്ങിലേക്ക് കയറുകയാണ്.